വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 3. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 22 മുതൽ 4-ാം അധ്യായത്തിന്റെ 3 വരെയുള്ള ഭാഗങ്ങൾ. യോഹന്നാൻ 3:22 മുതൽ. യേശു തന്റെ ശിഷ്യന്മാരുമായി യഹൂദ്യദേശത്ത് ചെന്ന് അവിടെ അവരോടുകൂടെ സഞ്ചരിച്ച് മാമോദീസ നൽകിക്കൊണ്ടായിരുന്നു. ശാലേമിന്റെ സമീപമുള്ള ഐനോനിൽ വെച്ച് യോഹന്നാനും മാമോദീസ നൽകി. എന്നാൽ അവിടെ ധാരാളം വെള്ളമുണ്ടായിരുന്നു. ജനങ്ങൾ അവന്റെ അടുത്ത് വന്ന് മാമോദീസ ഏറ്റുകൊണ്ടിരുന്നു. അപ്പോൾ യോഹന്നാനെ കാരാഗൃഹത്തിൽ അടച്ചിരുന്നില്ല. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ഒരാളും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെ പറ്റി തർക്കമുണ്ടായി. അവർ അടുക്കൽ ചെന്ന്, ഗുരു, യോർദാന്റെ അക്കരെ നിന്നോട് കൂടെ ഉണ്ടായിരുന്നവനും നീ തന്നെ സാക്ഷ്യപ്പെടുത്തിയവനും ഇതാ മാമോദീസ നൽകുന്നു. എല്ലാവരും എൻ്റെ അടുക്കൽ ചെല്ലുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ അവരുടെ പ്രകാരം പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് കൊടുക്കാതെ ഒരുവനെ സ്വയം ഒന്നും ലഭിക്കുന്നില്ല. ഞാൻ മെശിഹായല്ല, പിന്നെയോ അവനു മുമ്പായി അയക്കപ്പെട്ടവൻ ആണെന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണ്. മണവാട്ടിയുള്ളവനാണ് മണവാളൻ. മണവാളന്റെ സ്വരം അടുത്തു നിന്ന് കേട്ട് തോഴൻ വളരെ സന്തോഷിക്കുന്നു. അതിനാൽ എൻ്റെ സന്തോഷം പരിപൂർണമായിരിക്കുന്നു. അവനോ വളരേണം, ഞാനോ കുറയണം. മുകളിൽ നിന്ന് വന്നവൻ എല്ലാവർക്കും മീതെയുള്ളവനാകുന്നു. ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുന്നവനുമാകുന്നു. സ്വർഗത്തിൽ നിന്ന് വന്നവൻ എല്ലാവരേക്കാൾ ഉന്നതനാണ്. അവൻ കണ്ടതും കേട്ടതും സാക്ഷ്യപ്പെടുത്തുന്നു. എന്നിട്ട് അവന്റെ സാക്ഷ്യം ഒരുവനും സ്വീകരിക്കുന്നില്ല. അത് സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണെന്ന് അംഗീകരിക്കുന്നു. ദൈവം അയച്ചവൻ ദൈവവചനമാണ് സംസാരിക്കുന്നത്. ദൈവമാത്മാവിനെ നൽകിയത് അളവില്ലാതെയാണ്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സർവ്വവന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ പ്രാപിക്കുകയില്ല. ദൈവകോപം അവന്റെ മേൽ പതിക്കുകയും ചെയ്യും. യേശു അല്ല അവന്റെ ശിഷ്യന്മാരാണ് സ്നാനം നൽകിയിരുന്നത്. എങ്കിലും യോഹന്നാനേക്കാൾ അധികം പേരെ യേശു ശിഷ്യരാക്കുകയും സ്നാനം കഴിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് പരീശന്മാർ കേട്ടതായി യേശു അറിഞ്ഞു. അപ്പോൾ യേശു യഹൂദ്യദേശം വിട്ട് ഗലീലായ്ക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. സമയം പിതാവിലും പുത്രനിലുള്ളതായ വിശ്വാസം നമ്മൾ പുതുക്കി കഴിഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ സഭയിലുള്ളതായ വിശ്വാസം പുതുക്കിയാൽ നമുക്ക് എന്ത് പ്രയോജനം ഉണ്ടാകുമെന്ന് ഇന്ന് വായിച്ച വേദഭാഗത്തിനകത്തുണ്ട്. ദൈവത്തിന്റെ ആത്മാവിനെ അളവില്ലാതെയാണ് പിതാവ് തരുന്നതെന്ന് ഇന്ന് വായിച്ച വേദഭാഗത്തിനകത്തുണ്ട്. ദൈവം സ്വർഗ്ഗത്തിൽ നിന്നും തന്നാലേ നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ള കാര്യം, ഈ രണ്ട് കാര്യം ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇല്ലാതെ പോയെങ്കിൽ അത് വരാനുള്ള ആത്മാവിന് വരാൻ ഇടം കിട്ടിയിരുന്നാണ് എൻ്റെ അർത്ഥം. ആർക്കെങ്കിലും എന്തെങ്കിലും ഉള്ളത് കണ്ട് കണ്ണിക്കടിക്കേണ്ട കാര്യമില്ല. എനിക്കെന്താ ഇല്ലാത്തത്, അവക്കെന്നാ അവനെന്നാ ഉള്ളതെന്ന് വിചാരിക്കേണ്ട. എനിക്കെന്താ പരിശുദ്ധാത്മാവിനെ കിട്ടാത്തത്, പരിശുദ്ധാത്മാവ് തന്നെ എനിക്ക് വേണ്ടത് തരാത്തത് മാത്രം ചിന്ത ചെയ്താൽ മതി. മറ്റേത് ദൈവത്തിൽ നിന്ന് കിട്ടാതെ വേറെ ആർക്കും ഒന്നും കിട്ടുകയില്ല. കിട്ടിയതെങ്കിൽ അത് ദൈവം കൊടുത്തതാണ്. എനിക്കെന്താ കിട്ടാത്തത്, ദൈവാത്മാവിന് വരാൻ എന്തെങ്കിലും തടസ്സമുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അളവില്ലാതെ പരിശുദ്ധാത്മാവിനെ തരാമെന്നാണ് പിതാവ് പറഞ്ഞു. പക്ഷെ നമുക്ക് അത് മുട്ടോളോ അരയോളോ കഴുത്തോളോ ഒക്കെ ആകുന്നില്ല. എന്താ കാര്യം? പുതിയ നിയമത്തിൽ അളവില്ലാതെ പരിശുദ്ധാത്മാവിനെ തരാമെന്ന് പറയുന്നത്. പക്ഷേ പഴയ നിയമത്തിൽ അളവുണ്ടായിരുന്നു. എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടില്ല. ചില പ്രവാചകന്മാർക്ക് മാത്രമേ ഉള്ളൂ. അത് വല്ലപ്പോഴൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. യഹസ്കേൽ പറയുന്നത് പാദം നനയാൻ വെള്ളം കിട്ടിയ കാലമുണ്ട്. 1000 മുഴം അളന്നപ്പോൾ പിന്നെയും കിട്ടി. പിശാചിന്റെ അവകാശം തീർന്നതിന് ശേഷമേ പരിശുദ്ധാത്മാവിന്റെ അളവ് കൂടുകയുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ അളവ് ഇപ്പോഴും പലർക്കും പല വിധത്തിലാണ് കിടക്കുന്നത്. അളവില്ലാതെ തരാമെന്ന കർത്താവ് പറയുന്നത്. ഇരിക്കാൻ ഇടം വേണ്ടേ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇടയില്ലേ തിരിച്ചങ്ങ് പോവും. സമാധാനമായിട്ട് ദൈവാത്മാവ് വരുന്നു. നമുക്കെന്നാ കിട്ടാത്തത്? ഇടമില്ലാത്തതുകൊണ്ട് തിരിച്ചു പോയി നടത്താൻ നെഞ്ചത്തടിക്കുക. ഈ ഗതികേട് മാറിയാലേ സമൃദ്ധിയായ ജീവനും സന്തോഷവും സമൃദ്ധിയാൻ അനുഭവിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ വീണ്ടും ജനിച്ചതും മാംസയേറ്റതും ഈ അളവില്ലാത്ത പരിശുദ്ധാത്മാവിനെ വാങ്ങിക്കത്തക്കവണ്ണം നമ്മുടെ ഹൃദയം അളവില്ലാത്ത സമുദ്രം പോലെ വികസിക്കാനാണ്. സമുദ്രം പോലെ വികസിച്ചാലേ സമാധാനം നദി പോലെ വിറ്റുള്ളൂ.
ഈ ഒരു ഉൾക്കാഴ്ചയോടുകൂടി പരിശുദ്ധാത്മാവിനെ നീ യാചിക്കുകയാണ്. പരിശുദ്ധാത്മാവെ, നീ പല പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നു, മാംസ തൊട്ട് വന്നും പോയി നിൽക്കുക, ഇതുവരെ നിറഞ്ഞു കവിയാൻ ഒക്കുന്നില്ല. എൻ്റെ ഉള്ളിൽ വിഷാദിന് അവകാശമുള്ള സ്ഥലമുണ്ട്, അത് മാറ്റിയിട്ട് 100% പരിശുദ്ധാത്മാവിന് ഇടം കിട്ടിയാൽ സമുദ്രം പോലെ വികസിച്ചിരിക്കും, നദി പോലെ സമാധാനം വന്നിരിക്കും, അത് 1000 തലമുറയ്ക്ക് പോയിരിക്കും. അതിന് വേറെ ആരുമല്ല ഉത്തരവാദി, ഞാൻ തന്നെയാണെന്ന് ഞാൻ എന്നോട് പറയുന്നു. നിങ്ങളോട് തന്നെ പറഞ്ഞിട്ട് ആ കൃപ യാചിക്കുക. സർവ്വദിവസങ്ങളെ മാതാവിളെ കൃപാക്കാൻ ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കൃപ അംഗീകരിക്കുക എന്നുള്ളവർ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. വിശ്വാസികളെ, കർത്താവിൻ്റെ മാമോദിസ പെരുന്നാളിന് ശേഷമുള്ള 3-ാം ഞായറാഴ്ച നാളെ വരുന്നു. നാളെ വായിക്കേണ്ട വേദഭാഗം ഇന്നേ വായിച്ച് നമ്മൾ തുടങ്ങി. ജനഹായിക്ക് ശേഷമുള്ള 3-ാം ഞായറാഴ്ച സന്ധ്യയ്ക്ക് വായിക്കേണ്ട വേദഭാഗം നമ്മൾ വായിച്ച് നാളത്തെ ആരാധന ആത്മാവിൽ സത്യമാക്കാൻ ഇന്നത്തെ ആരാധന ഒരുക്കധ്യാനമായി നമ്മൾ ഉപയോഗിക്കുകയാണ്. നമ്മുടെ പിതാക്കന്മാർ ജനഹായിക്ക് ശേഷം 3-ാം ഞായറാഴ്ച എന്തെല്ലാം അനുഗ്രഹങ്ങളും ദാനങ്ങളും ഏറ്റുവാങ്ങി, അതെല്ലാം നമുക്ക് ലഭിക്കണം. നമുക്കത് എന്തുകൊണ്ട് ലഭിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടി ഇതിനകത്തുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 4-ാം അധ്യായം 3 വരെ നമ്മളൊന്ന് വായിച്ചു കേട്ടു. അതിൽ നമ്മുടെ ശ്രദ്ധയെ പിടിച്ചു നിർത്തേണ്ട പല സന്ദേശങ്ങളുണ്ടെങ്കിൽ ഇന്ന് പ്രസക്തമായിരിക്കുന്ന ചില സന്ദേശങ്ങളിലേക്ക് ചില സൂചനകൾ നൽകിയെങ്കിൽ അതിൻ്റെ ബാക്കി ഇപ്പോൾ നമുക്ക് കേൾക്കാൻ പോവുകയാണ്. നമ്മുടെ മാമോദിസായിൽ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ജ്വലിപ്പിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ യാമപ്രാർത്ഥന നടത്തി, പാപബോധന പ്രാർത്ഥന നടത്തി, ഈ ആരാധന നടത്തി, വിശുദ്ധ കുർബാന അനുഭവം വരെ നമ്മളിപ്പോൾ നടത്തിയിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ യേശുവിൻ്റെ ശരീരരക്തങ്ങളുണ്ട്. നമ്മളിൽ യേശു വസിക്കുന്നതായ സമയം നമുക്ക് യേശുവിനോടും യേശു നമ്മളോട് സംസാരിക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ കർത്താവിനോട് വളരെ അടുത്തിരിക്കുന്ന സമയം. ഈ ആരാധന മധ്യത്തിൽ നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളറയിൽ, നമ്മുടെ ഹൃദയത്തിൽ ആത്മാവായ ദൈവം നമ്മുടെ ആത്മാവിനോടും നമ്മുടെ ഹൃദയത്തോടും പല കാര്യം സംസാരിച്ചു കഴിഞ്ഞു. അതെല്ലാം കൂടെ ഒന്ന് ശേഖരിച്ച് വിളമ്പിത്തരാൻ എന്ന പണി മാത്രമേ ഞാൻ അവശേഷിച്ചിട്ടുള്ളൂ. ഇന്ന് വായിച്ചതായ വേദഭാഗത്തിലെ 2 പ്രസ്താവനകൾ വിശുദ്ധ യോഹന്നാൻ 3-ന്റെ 22 മുതൽ 4-ന്റെ 3 വരെയുള്ള ഭാഗത്തിൽ സ്വർഗത്തിൽ നിന്ന് കൊടുക്കാതെ ഒരുവന് സ്വയമാകുന്നു ലഭിക്കുന്നില്ല എന്ന് കർത്താവ് ആരോട് എപ്പോഴാണ് പറഞ്ഞത്. നമുക്കും ഈ പ്രസ്താവന ആശ്വാസം നൽകുന്ന സാഹചര്യമുണ്ട്. എപ്പോഴാണ് കർത്താവ് ഇത് പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 22 മുതൽ വായിക്കുമ്പോൾ, യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷകൾ കണ്ടപ്പോൾ, യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയും കർത്താവിന്റെ ശുശ്രൂഷയും ഒരേ സമയത്ത് യോർദാൻ നദിയുടെ പല ഭാഗങ്ങളിൽ നടക്കുമ്പോൾ ഇത് രണ്ടും കണ്ട് ജനങ്ങൾക്ക് ചില സംശയങ്ങളുണ്ടായി, ചില വിചാരങ്ങളുണ്ടായി. ആ പശ്ചാത്തലത്തിലാണ് ഈ ചോദ്യം ചോദിച്ചത്. എന്തായിരുന്നു അവിടെ നടന്ന സംഭവം? കർത്താവിൻ്റെ സ്നാനത്തിന് ശേഷം 2 പേരുടെയും വേല പാരലായിട്ട് അപ്പുറയും ഇപ്പുറയുമായി നടന്നൊരു കാലമുണ്ട്. യോഹന്നാൻ സ്നാപകൻ മാനസാന്തര സ്നാനം ഒരു സ്ഥലത്ത് കൊടുക്കുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ വിശ്വസിച്ചവരെ ശിഷ്യരാക്കാൻ വേണ്ടിയുള്ള സ്നാനഞ്ഞേപ്പറ നടക്കുന്നു. 2 തരം സ്നാനങ്ങൾ ഒരേ സമയത്ത് യോർദാൻ നദിയിൽ പല സ്ഥലങ്ങളിലും നടന്നു. അത് കണ്ടവരുടെ സംശയത്തിന് മറുപടിയാണ് പറയുന്നത്. ഇതാണ് പശ്ചാത്തലം. ഇനി നമുക്ക് വായിച്ചു നോക്കാം. യേശു തന്റെ ശിഷ്യന്മാരുമായി യഹൂദ്യ ദേശത്ത് നിന്ന് അവരുടെ കൂടെ സഞ്ചരിച്ച് മാമോദിസ നൽകിക്കൊണ്ട് ഇരുന്നു. ശാലേമിന്റെ സമീപമുള്ള ഐനോനിൽ വെച്ച് യോഹന്നാനും മാമോദിസ നൽകി. ഇപ്പൊ 2 സ്ഥലത്ത് മാമോദിസ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവിടെ ധാരാളം വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ ജനങ്ങൾ അവന്റെ അടുത്ത് വന്ന് മാമോദിസ ഏറ്റുകൊണ്ടേയിരുന്നു. അപ്പോൾ യോഹന്നാനെ കാലുകൾ അടച്ചിരുന്നില്ല. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ഒരാളും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെ പറ്റി തർക്കമുണ്ടായി. അപ്പൊ യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ഒരാളും യഹൂദന്മാരും തമ്മിലാണ് തർക്കം. അവർ തർക്കം തീർക്കാൻ വേണ്ടി കർത്താവിന്റെ അടുത്ത് വന്നു, വിഷയം അവതരിപ്പിച്ചു. അവരുടെ പ്രശ്നം ഇതാണ്: ഗുരു, യോർദാന്റെ അക്കരെ നിന്നോടുകൂടെ ഉണ്ടായിരുന്നവനും നിന്നെ സാക്ഷ്യപ്പെടുത്തിയവനുമായ അവൻ ഇതാ മാമോദിസ നൽകുന്നു, എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ എന്നോട് പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന്
കൊടുക്കാതെ ഒരുവന് സ്വയമായിട്ടൊന്നും ലഭിക്കുന്നില്ല. ഞാൻ മെസ്സിഹയല്ല, പിന്നെയോ അവന് മുമ്പായി അയക്കപ്പെട്ടവനാണെന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണ്. മണവാട്ടിയുള്ളവനാണ് മണവാളൻ. മണവാളന്റെ സ്വരം അടുത്തു നിന്ന് കേട്ട് തോഴൻ വളരെ സന്തോഷിക്കുന്നു. അതിനാൽ എന്റെ സന്തോഷം പരിപൂർണമായിരിക്കുന്നു. അവനോ വളരേണം, ഞാനോ കുറയണം. അപ്പൊ നിങ്ങൾ ആരും പക്ഷേ ഞങ്ങളെ മത്സരിച്ചുള്ള മാംസം അവിടെ അല്ലിത്. അത് എനിക്ക് വേണ്ടി ആ പരിപാടി. മാനസാന്തരപ്പെട്ടവരെ മുഖ്യ ഒരുക്കി എൻ്റെ അടുത്തേക്ക് വിടുന്നു. ഞാൻ അവരെ ശിഷ്യരാക്കി പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തും. മനസ്സിലായോ? നിങ്ങൾ വിചാരിച്ച പോലെ ഇത് മത്സരിച്ചുള്ള സ്നാനം കൂടെയല്ല. ഒന്ന് മറ്റതിനു വേണ്ടിയാണ്, ഒന്നിനു വേണ്ടിയാണ്. നിങ്ങൾ വിഷമിക്കേണ്ടതില്ലേ. അപ്പൊ ആ കാര്യം ഇതുപോലെ യോഹന്നാൻ സ്നാപകന് ആ ബോധ്യം ഉണ്ടായിരുന്നു. ഞാൻ ഈ ക്രിസ്തു അല്ല, ഞാൻ മാംസം നോക്കുന്നത് യേശുവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു ഒരുക്കം മാത്രമാണ്, വഴിയൊരുക്കലാണ്. യഥാർത്ഥ സ്നാനം പരിശുദ്ധാത്മാവിലുള്ള സ്നാനമാണ്. അത് ആരാ കൊടുക്കുന്നത്? യേശുവാണ്. ഈ ഒരു ഉൾക്കാഴ്ച നമുക്ക് വേണം. സഭയിൽ നമ്മൾ യോഹന്നാന്റെ പണി ചെയ്യേണ്ടി വരും, യേശുവിന്റെ പണിയും ചെയ്യേണ്ടി വരും. യോഹന്നാന്റെ അടുത്ത് പോയി അനുഗ്രഹം ഭാവിക്കുന്ന പോലെ യേശുവിന്റെ അടുത്ത് പോകാൻ നമ്മൾ പല വഴികളിൽ പോയി പല ഇടങ്ങളിലൂടെ അനുഗ്രഹം ഭാവിക്കേണ്ടി വരുമ്പോഴൊക്കെയും ഈ ഉൾക്കാഴ്ച നമുക്ക് വേണം. ഒന്ന് മറ്റൊന്നിനെതിരല്ല, ഒന്ന് മറ്റതിനു വേണ്ടിയാണെന്നുള്ള ആ പരസ്പര പൂരകമായി നമുക്ക് വേല ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം. യോഹന്നാൻ സ്നാപകന്റെ ആ മനോഭാവവും ആ ദൈവവിളി ബോധവും നമുക്കുണ്ടോ? യോഹന്നാൻ സ്നാപകൻ പറയുന്നത് ഞാൻ ഞാനേ അവൻ വളരുള്ളൂ. അപ്പൊ അവനെ വളർത്താൻ വേണ്ടി ഞാൻ കുറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്റെ ഈ സ്നാനം കൂടെ അധികം നാൾ നിൽക്കുകയില്ല, അധികം താമസിക്കാതെ അതിൽ നിൽക്കും. പിന്നെ അവൻ മാത്രമാകും. ഞാൻ കുറഞ്ഞ് അവൻ വളർന്ന് വരുമ്പോൾ എൻ്റെ പരിപാടി നിൽക്കുന്ന ഒരു കാലമുണ്ട്, കർത്താവിൻ്റെ പരിപാടി തുടരുന്ന ഒരു കാലമുണ്ടെന്ന് അവനറിയാമായിരുന്നു. പിന്നെ അവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. മണവാട്ടിയുള്ളവനാണ് മണവാളൻ. അപ്പൊ അവൻ മണവാട്ടിയെ ഒരുക്കാൻ വേണ്ടി മണവാട്ടിയെ കുളിപ്പിച്ചെടുക്കുകയാണ്, അഭിഷേകം കൊടുത്ത് എൻ്റെ സ്വന്തമാക്കുകയാണ്. ഞാൻ മണവാട്ടിയെ ഒരുക്കി അവൻ്റെ അടുത്തേക്ക് വിടുന്നത് എന്തിനാണ്? ഞാൻ മണവാട്ടിയെ ഒരുക്കുന്ന ഒരു തോഴൻ മാത്രമാണ്. പക്ഷെ ഈ മണവാട്ടി ആരുടെയാണ്? മണവാളൻ്റെയാണ്. അപ്പം മണവാളൻ്റെ അടുത്തേക്ക് ഞാൻ ഒരുക്കി വിടുന്നത് അവൾ എൻ്റേതല്ല. ബ്യൂട്ടീഷ്യൻ്റെ വല്ല അവകാശമുണ്ട് കല്യാണത്തിന്. ബ്യൂട്ടീഷ്യൻ ചെന്ന് കല്യാണം പന്നിൽ ചെന്നിട്ട് ഞാനാണ് ഇവിടെ ഒരുക്കി വിട്ടത്, ഞാനും കൂടെ അങ്ങോട്ട് മണവലോട്ട് കയറട്ടെന്ന് പറഞ്ഞാൽ ഇറങ്ങടി വിളിയെന്ന് പറയും. എന്താ? ഇതെൻ്റേതാണ്, നിനക്കുള്ള കൂലി തന്നു, നീ പരിപാടി തീർന്നു, നല്ല സുന്ദരിയായിട്ട് കൊണ്ടുവിട്ടായിരിക്കും, അത് വലിയ കാര്യം കൊള്ളാമെന്ന്. നിനക്ക് കിട്ടിയ പൈസ വാങ്ങിച്ച് നീ പോകണം. ഇതിപ്പം ഞങ്ങളിപ്പോൾ ഒന്നാണ്. ഈ മണവറയിൽ മണവാട്ടിക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. ഈ ബോധം ബ്യൂട്ടീഷ്യന് വേണം, അല്ലെങ്കിൽ നീ വലിച്ചു കയറി ചെല്ലൂ. ബ്യൂട്ടീഷ്യന് ബോധം ഉണ്ടെങ്കിൽ പൈസ വാങ്ങിച്ച് കല്യാണത്തിൽ കാപ്പി പിടിച്ചേച്ച് പൊക്കോളും, അല്ല അവിടെ ചെന്ന് മുട്ടുകൊന്നുമില്ല. ബോധം ഇല്ലെങ്കിൽ ചിലപ്പോൾ മുട്ടിയെന്നിരിക്കും, മുട്ടിയാൽ നല്ല വാക്ക് കേൾക്കുകയും ചെയ്യും, വഴക്ക് കിട്ടും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ യോഹന്നാൻ സ്നാപകന് സ്ത്രീകൾ ജനിച്ചതിലേക്ക് മഹാനായ ഈ പ്രവാചകന് ഏലിയാവിന്റെ അതേ ആത്മാവിലുണ്ടായിരുന്ന ആ യോഹന്നാൻ ആ ബോധം ഉണ്ടായിരുന്നു. ഞാൻ കുറയേണ്ടവനാണ്, അവൻ വളരേണ്ടവനാണ്. അവന്റെ മണവാട്ടിയെ ഞാൻ ഒരുക്കി അങ്ങോട്ട് വിടുന്നേ ഉള്ളൂ, ബ്യൂട്ടീഷ്യന്റെ പണി ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ അവനാണോ എവിടേക്കാരൻ? എന്റെ പണി തീരാൻ പോവുകയാണ്. ഈ ഉൾക്കാഴ്ച നമുക്ക് വേണം. നമ്മൾ ആരാണെന്നും ആരല്ലെന്നും, മറ്റുള്ളവർ ആരാണെന്നും അവരാരല്ലെന്നും, ഈ നമ്മുടെ പണി എന്താണെന്നും എന്തിനാണെന്നൊക്കെ ശരിക്കും മനസ്സിലായെങ്കിലേ നമുക്ക് ദൈവനാമം മാത്രപ്പെടുത്തി സന്തോഷിക്കാനൊക്കെ ഉള്ളെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. സ്വർഗത്തിൽ നിന്ന് കൊടുക്കാതെ ആർക്കും ഒന്നും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞത്, സ്വർഗത്തിൽ നിന്ന് പിതാവ് പുത്രന് കൊടുത്ത അധികാരം ഉപയോഗിച്ചാണ് പരിശുദ്ധാത്മാവിൽ തന്റെ അടുത്ത് വരുന്നവരെ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കുന്നത്. അപ്പൊ യേശു യോർദാൻ നദിയിൽ സ്നാനമേറ്റ് ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്നുള്ള അംഗീകാരം വാങ്ങിച്ചിട്ടാണ് ഈ പണി. അതാര് കൊടുത്തതാണ് അംഗീകാരം? പിതാവ് കൊടുത്തതാണ്. ഇതുപോലെ ദൈവമാണ് നമുക്ക് അംഗീകാരവും ധനവും മാനവും ജീവനും ജോലിയും ഒക്കെ തരേണ്ടത്. ധനവും മാനവും ജീവനും ജീവിതവും ജീവിത പങ്കാളികളെയും ഒക്കെ തരേണ്ടത് ആരാ? ദൈവത്തിൽ നിന്നാണ് കിട്ടേണ്ടത്. എന്തുകൊണ്ട് നമുക്ക് കിട്ടിയ സമയത്ത്, നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കിട്ടുന്നില്ല? കിട്ടിയവരോട് അസൂയ. അവർക്ക് കിട്ടിയല്ലോ, എനിക്ക് എന്നാ കിട്ടാത്തത്? എനിക്ക് കിട്ടിയത് എന്നാ പോയത്? പിന്നെ എന്നാ കിട്ടാത്തത്? എന്തെല്ലാം ചോദ്യങ്ങളാണ്. അപ്പൊ ധനവും മാനവും ജീവനും കിട്ടിയിട്ട് പോയവരുണ്ട്, കിട്ടാത്തവരുണ്ട്, ഇപ്പോഴും കിട്ടാതെ ക്ഷീണിച്ചിരിക്കുന്നവരുണ്ട്, മോഷ്ടിച്ചാൽ മാത്രം കാര്യം നടക്കുന്നവരുണ്ട്, മറ്റുള്ളവർക്ക് ഒത്തിരി ഉണ്ടെന്ന് വിചാരിച്ച് കിട്ടുന്നില്ലെന്ന് വിചാരിച്ചിട്ട് തരം കിട്ടിയാൽ മോഷ്ടിച്ചോണ്ട്. അപ്പൊ അത് ഈ വിശ്വാസം ഇല്ലാഞ്ഞിട്ട് എന്താ മോഷ്ടിച്ചിട്ട് പോകാൻ കാരണം? ദൈവം എനിക്ക് തന്നാലേ എനിക്കുമല്ലോ കിട്ടുള്ളൂ. ദൈവം ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ, ഇപ്പൊ ഇവിടെ ഇടുന്ന കാണിക്കാം, അത് ദൈവത്തിന് സമർപ്പിച്ചതാ. ദൈവം അത് ഇവിടുത്തെ പ്രേക്ഷിതരെ ഏൽപ്പിച്ച് ഇവിടെ 2-3 അനാഥ ബന്ധങ്ങൾക്ക് ആഹാരം കൊടുക്കാനും ഇവിടെ വരുന്നവർക്ക് ആഹാരം കൊടുക്കാനും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതതിന്റെ പർപ്പസ് അതാ. അപ്പൊ ഇവിടെ ഒരാൾക്ക് പൈസ കഴിയുന്നില്ല കൊണ്ട് ഈ പെട്ടിയിൽ
കൈയിടുവോ? അല്ല ഇവിടെ ആരുടെങ്കിലും ബാഗിനകത്ത് കൈയിടുകയോ ചെയ്തതിന്റെ അർത്ഥം തന്നെ? ഇതെന്താണോ ബാഗിലിരിക്കുന്ന അവർക്ക് ദൈവം കൊടുത്തതാ, അതെന്റേതല്ല. ഈ കാണിക്കപാത്രത്തിൽ ഇട്ടിരിക്കുന്ന ഇവിടുത്തെ കാര്യം നടത്താൻ വേണ്ടി ദൈവം അവർക്ക് കൊടുത്തതാ. ആ ഉൾക്കാഴ്ച ഇല്ലാത്തവരെ ആ തക്കം കിട്ടിയ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ദൈവം തന്നാൽ എനിക്കുമല്ലോ, എനിക്ക് എന്നാ കിട്ടാത്തതെന്ന് അന്വേഷിച്ച ആ പ്രശ്നമായിരിക്കണം. അല്ലാതെ മോഷ്ടിച്ച ഒരു കാര്യം നടക്കില്ല. മുടിയെ കക്കുക മുടിയാന്ന് പറയും ഒരു പഴഞ്ചൊല്ല. അതിന്റെ അർത്ഥം എന്നാ? മുടിഞ്ഞ് കക്കേണ്ടി വരിക, കട്ട് പിന്നെയും മുടിയുക, അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ഉൾക്കാഴ്ച ദൈവം തന്നാലേ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. ആർക്കെങ്കിലും എന്തുണ്ടെങ്കിൽ അത് ദൈവം കൊടുത്തതാണ്. അത് നമ്മൾ അസൂയപ്പെടാൻ, അത് സന്തോഷിക്കുക. അവരുടെ കാര്യം നമ്മുടെയും കൂടെ കാര്യമാണ്, അവരുടെ ആവശ്യം നമ്മുടെയും കൂടെ ആവശ്യമാണ്. അത്രയും കാര്യം നടന്നല്ലോ, ഇനി എന്റെ കാര്യം നടന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും ആവശ്യവും എല്ലാവരുടെയും പ്രശ്നം നമ്മുടേതും കൂടെ ആവുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർ നിന്ന് മോഷ്ടിക്കേണ്ടി വരികയില്ല. ഇല്ലാതെ വന്നാൽ ആ ഇല്ലായ്മയ്ക്ക് ഉപയോഗമുണ്ട്. ആ ഇല്ലായ്മയിലും ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. നമ്മുടെ ദരിദ്രന്മാർക്ക് ദൈവരാജ്യം ആസ്വദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുടിയമ്പൊത്തൻ എപ്പോഴാണ് യഥാർത്ഥ സന്തോഷം കിട്ടിയത്? അവൻ ക്ഷാമം വന്നപ്പോഴാണ്. മുടിയമ്പൊത്തൻ ഉണ്ടായിരുന്ന മുഴുവൻ പോയി. പന്നിയുടെ വാളവര് പോലും ഇല്ലാത്ത ദാരിദ്ര്യം വന്നപ്പോഴാണ് അവന് ബോധം ഉണ്ടായിട്ട് അപ്പൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഒരു വേലക്കാരൻ്റെ സ്റ്റാറ്റസ് എങ്കിലും കിട്ടി. പക്ഷെ വേലക്കാരനായിട്ടാണോ സ്വീകരിച്ചത്? മോനായിട്ട് തന്നെ സ്വീകരിച്ചു, സന്തോഷിച്ചു തുടങ്ങി. അപ്പൊ അതിന് അവന് സന്തോഷമില്ലായിരുന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് സന്തോഷം വേണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ, പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ കിട്ടിയാൽ, ആത്മഫലങ്ങൾ വിളയിച്ചിട്ട് അത് അളവില്ലാതെ വളർന്നിട്ട് അത് അനേകർക്ക് കൊടുത്തിട്ട് അത് ഇരട്ടിയാക്കിക്കൊണ്ട് ഇങ്ങനെ സമൃദ്ധിയായ ജീവൻ ആസ്വദിക്കാൻ സാധിക്കുന്ന പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഇത്രയും നേരം നമ്മൾ ചിന്തിച്ച ധനകായുടെ ശേഷം 3-ാം ഞായറാഴ്ച പിതാക്കന്മാർ ധ്യാനിച്ചൊരു വലിയ വിഷയം ഇതാണ്. ദൈവാത്മാവിനെ അളവില്ലാതെയാണ് പിതാവ് തരുന്നത്. പക്ഷെ നമുക്ക് എന്തുകൊണ്ട് അളവില്ലാതെ കിട്ടുന്നില്ല? ഇതാണ് പ്രധാന വിഷയം. അളവില്ലാതെ തരുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രാപിക്കാൻ അളവില്ലാത്ത സ്ഥലം വേണം. അളവില്ലാതെ കൊടുക്കുന്ന വാങ്ങിക്കണമെങ്കിൽ അളവില്ലാത്ത സ്ഥലം വേണം. അളവില്ലാത്ത സ്ഥലമാണ് സമുദ്രം. സമുദ്രത്തിന് അളവില്ല, അതങ്ങനെ കിടക്കുക. ആ സമുദ്രത്തിലേക്ക് എത്ര നദി എന്നാലും അത് കവിഞ്ഞൊഴുകുമോ? നിറയെ അത് പിന്നെയും ഒഴുകിക്കൊണ്ടിരിക്കും. ആ സമുദ്രം പോലെ വിശാലമായ ആഴമായ ഹൃദയം നമുക്കുണ്ടായെങ്കിലേ അളവില്ലാതെ പരിശുദ്ധാത്മാവ് നദി പോലെ വരുമ്പോൾ അതിനെ ഉൾക്കൊണ്ടിട്ട് അതിനെ നീതിയുടെയും സമാധാനത്തിന്റെയും അനുഭവമാക്കി അത് വീണ്ടും മഴയായിട്ടും വെള്ളമായിട്ടും പിന്നെയും വരുത്തും. സമുദ്രം ചെയ്യുന്ന പണി തന്നെ. സമുദ്രത്തിലെ തിരമാലകൾ ഈ വെള്ളത്തെ കരയിൽ കൊണ്ട് അടിച്ചു കയറ്റുക. അപ്പൊ കുറച്ച് ആവിയായിട്ട് പോകുന്നുണ്ട്. ഈ വെള്ളം ആവിയായിട്ട് പോകുന്നത് മഴയായിട്ട് പിന്നെ തിരിച്ചു വരികയാണ്. അങ്ങനെ അളവില്ലാതെ ഈ വെള്ളമുള്ള ഈ സമുദ്രം കാറ്റിനെ പ്രയോജനപ്പെടുത്തി ഒന്നിനു പുറകെ ഒന്നായി തിരയടിപ്പിച്ച് സൂര്യപ്രകാശത്തിൽ ഈ തിരയടിക്കുമ്പോൾ ഈ കരയ്ക്ക് ഒന്ന് ആഞ്ഞടിക്കുന്ന വെള്ളം അത് ആവിയായി അത് മുകളിലേക്ക് ഉയർന്ന് അത് മഴയായി പിന്നെയും വരികയാണ്. ഇനി ഈ സൈക്കിൾ നിങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ആത്മാവിനെ അളവില്ലാതെ കിട്ടണമെങ്കിൽ ഹൃദയത്തിന്റെ അളവ് സമുദ്രം പോലെ ആക്കണം. യെശയ്യാ 48:18 ദൈവത്തിന്റെ വചനങ്ങൾ മുഴുവൻ നമ്മുടെ ഹൃദയത്തിൽ വെച്ച് ഇണചേരണം. വചനങ്ങളുടെ ഇണവാക്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഇണചേർന്ന് രാവും പോലും വചനം ധ്യാനിക്കുകയാണെങ്കിൽ ഹൃദയം വികസിച്ചുകൊണ്ടേയിരിക്കും. അത് വികസിച്ച് അത് സമുദ്രം പോലെ ആകുമ്പോൾ നദി പോലെയുള്ള സമാധാനവും സന്തോഷവും ആസ്വദിച്ചിട്ട് അത് കൊടുക്കുന്നത് അനുസരിച്ച് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. സന്തോഷം പങ്കിട്ടാൽ ഇരട്ടിയാവും, സമാധാനം പങ്കിട്ടാലും ഇരട്ടിയാവും, ദുഃഖം പങ്കിട്ടാൽ പകുതിയാവും. ഇതാണ് കൂട്ടായ്മയിൽ സംഭവിക്കുന്നത്. അപ്പൊ കൂട്ടായ്മയിൽ നമ്മുടെ ദുഃഖങ്ങൾ പങ്കിട്ട് കുറയ്ക്കുകയും സന്തോഷം പങ്കിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇത് സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ വിളയിക്കുന്ന വെള്ളഭൂമിയായി നമ്മൾ മാറുകയാണ്. ആത്മാവിനെ നൽകുന്ന അളവില്ലാതെയാണ്. പക്ഷേ ഈ അളവ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? യെഹെസ്കേൽ 47 പരിശുദ്ധാത്മാ നിറവിനെ പല പടികളായിട്ടാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ആദ്യം പാദം നനയാനുള്ള വെള്ളം മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പൊ പാദം നനഞ്ഞിരിക്കുമ്പോൾ മുട്ടും അരയും ശരീരവും തല എല്ലാം ഉണങ്ങിയിരിക്കും. അവിടെ എല്ലാം പിശാചിനെ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ മാംസേറ്റവരാണെങ്കിലും പിശാച് നമ്മളെ ഉപദ്രവിക്കുന്നതിന്റെ കാര്യം എന്താണ്? നമ്മുടെ ചില വശങ്ങൾ ഇപ്പോഴും ഉണങ്ങിയിരിക്കുന്നു, നനഞ്ഞിട്ടില്ല. അപ്പൊ അളവില്ലാതെ കിട്ടുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ വളർത്തി അതിൽ നീന്തി തുടിക്കുന്നവരാണെങ്കിൽ പിശാച് നമ്മളെ തൊടാനൊക്കെയില്ല. നമ്മുടെ വീട്ടിലോ നമ്മളിലോ പിശാചിന്റെ ഉപദ്രവം ഉണ്ടാകുന്നില്ല. അതിന്റെ അർത്ഥം അളവില്ലാത്ത പരിശുദ്ധാത്മ വ്യാപാരം ഇതുവരെയും ഉണ്ടായിട്ടില്ലെന്നാണ് എൻ്റെ അർത്ഥം. പാദം നനയാനുള്ളത് അത് കാത്തിരുന്ന് പിശാചിന്റെ അവകാശങ്ങൾ തീർത്ത് മുട്ടോളമാക്കി, പിന്നെയും കാത്തിരുന്ന് ആ മുട്ടുമേലിരുന്ന് പ്രാർത്ഥിച്ചത് അരയോളമാക്കി, പിന്നെ മുട്ടുമേൽ നിന്ന് അത് കഴുത്തോളമാക്കി, പിന്നെ കൈ ഉയർത്തി പ്രാർത്ഥിച്ച് കൈയുടെ മുകളിലാക്കി, അത് കഴിഞ്ഞിട്ടേ വെളിയിലോട്ട് ഇറങ്ങാവുള്ളൂ.
അപ്പൊ കൈ പൊക്കിയാലും കൈയുടെ മുകളിൽ കൂടെ ജീവജലം ഒഴുകുന്ന അവസ്ഥയിലായാൽ നമ്മൾ ജീവജല നദിക്കകത്തായി. ആ ജീവജല നദിക്കകത്ത് നനഞ്ഞു നിൽക്കുന്ന നമ്മളെ പിശാച് തൊടാൻ ഒക്കുവോ? അപ്പൊ നമ്മള് ഇതുവരെയായിട്ടും ആത്മാവിൽ നിറഞ്ഞ അളവില്ലാത്ത ആ ഒഴുക്ക് ഇതുവരെ നമുക്ക് കിട്ടിയില്ലെന്നാണ് എൻ്റെ അർത്ഥം. അതിന്റെ കാര്യം എന്നാ, 1000 മുഴം അളന്നതിന് ശേഷമായി ഇത് ഒരു വഴിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് വളരുന്നത്. ഈ എന്നതായിട്ട് 1000 മുഴം പിശാചിന്റെ അവകാശങ്ങളാണ്. പിശാചിന്റെ അവകാശങ്ങൾ അളന്നളന്ന് കൊടുത്തെങ്കിലേ ഇത് മുകളിലോട്ട് പോകുള്ളൂ. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് എപ്പോഴും ഉണ്ടാകാത്തതിന്റെ കാര്യം എന്നാ? വല്ലപ്പോഴും കിട്ടിയതാണ് വേഗം പോകുന്നതിന്റെ കാര്യം എന്താ? തിന്മയുടെ അവകാശങ്ങൾ തീരുന്നില്ല, തിന്മയുടെ അവകാശം പിന്നെ ഉണ്ടാകും. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 6-10 തൊട്ട് താഴോട്ട് എഴുതിയിരിക്കുന്നത്, സർവായുധവർഗം ധരിച്ച് പോരാടി പിശാചിന്റെ അവകാശങ്ങളോട് പോരാടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവകാശം എന്ന പേരുള്ള ഒരു പിശാചുണ്ട്. നമ്മൾ ദൈവ ഇഷ്ടം ഇല്ലാതെ ദൈവവചനം ലംഘിച്ചിട്ട് ഏതെങ്കിലും കാര്യം പറയുകയോ ചിന്തിക്കുകയോ ചെയ്യും, പിശാചിനവിടെ ഒരു അവകാശം ഉണ്ടാവും. അവിടെ ഒരു കൊടിനാട്ടം. അങ്ങനെ വചനം തെറ്റിപ്പിച്ച് പിശാചിന് അവകാശമുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന ഒരു കൂട്ടം പിശാചുകളുണ്ട്. അവരെ ഉടനെ പറയുന്നത് ഇന്നയാൾ ഇന്ന വചനം ലംഘിച്ചിരിക്കുന്നു, അപ്പൊ അവനിപ്പം അവന്റെ വചനം എന്റെ വില ഞങ്ങൾക്ക് അവകാശമുള്ളതാന്ന് പറഞ്ഞാൽ പുറകെ വരുന്ന ആൾക്ക് കൊടുകുത്തി വെച്ചു പോകും. അപ്പൊ ഒരാൾ അവകാശം ഉണ്ടാക്കുക, രണ്ടാമത്തെ ആൾ കൊടി നാട്ടുക, മൂന്നാമത്തെ ആൾ കൊടി നാട്ടിടെല്ലാം ചേർത്തൊരു അതിരുണ്ടാക്കി പിശാചിന് രാജ്യം അങ്ങ് സ്ഥാപിക്കും. നാലാമത്തെ കൂട്ടർ മുകളിൽ പോയി അനുഗ്രഹം എല്ലാം ഷെയർ ചെയ്ത് നമ്മളെ അങ്ങ് ഭരിക്കും. അപ്പൊ നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടുള്ള വാഴ്ചകൾ, അധികാരങ്ങൾ, ദുഷ്ടാത്മസേന, അന്ധകാര ലോകത്തിന്റെ അധിപതികൾ, ഈ 4 കൂട്ടം പിശാചുക്കൾ ചേർന്നാണ് നമ്മളെ പിശാചിന്റെ രാജ്യത്തിൽ പിടിച്ചിട്ടിരിക്കുന്നത്. ഇതിനോട് പോരാടണം. എഫേസ്യർ 6:10 വായിച്ചു നോക്കിയേ. നമുക്ക് ദൈവത്തിൽ അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെട്ടിട്ട് ഈ 4 തരം പിശാചുക്കളോട് പോരാടി അവന്റെ അവകാശം തീർത്ത് മാത്രമേ പരിശുദ്ധാത്മാവിന്റെ ആവാസം വരുള്ളൂ. കൊടിനാടുന്നതിന് മുമ്പ് വചനം ലംഘിപ്പിക്കുക. വചനം ലംഘിപ്പിക്കാനായിട്ട് വചനപ്രകാരമല്ലാതെ വാക്കേ പ്രവൃത്തി ചിന്ത ഉണ്ടാക്കുക. സ്വയത്തിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുക, ചിന്തിക്കുക, പ്രവർത്തിക്കുക. നിന്നെയല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നിടത്തെ പരിശുദ്ധാത്മാവിന് കയറാൻ പോകും. നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും പുണ്യസ്ഥലത്ത് പോവുകയും ചെയ്ത പിശാചും കൂടെ വരും. പ്രാർത്ഥിച്ചോ വാങ്ങിച്ചോളാം, എനിക്കൂടി ഉള്ളതാന്ന് പറയും. മനസ്സിലായോ? അവൻ 73 സങ്കീർത്തനക്കാരനാണ് ആത്മനിറവിന്റെ രഹസ്യം പറയുന്നത്. ഞാൻ നിന്നെയല്ലാതെ ആഗ്രഹിക്കുന്നില്ല. അപ്പോഴാണ് കർത്താവ് നമ്മുടെ കയ്യെ കയറി പിടിക്കുന്നത്. അപ്പോഴാണ് മഹത്വത്തിലേക്ക് നമ്മളെ ആനയിക്കുന്നത്. ഇപ്പൊ പിശാച് നമ്മളെ വഞ്ചിക്കുന്നത് ദൈവികമല്ലാത്ത ആഗ്രഹങ്ങൾ നമ്മൾക്കുണ്ടാക്കി തരിക, മോഹങ്ങൾ ഉണ്ടാക്കുക. മോഹം ഗർഭം ധരിച്ച് പാപം എടുത്തിട്ട് മരണത്തെയും പ്രസവിച്ചിട്ട് നമ്മളെ മരണത്തിന്റെ പ്രസവമുറിയാക്കിയാൽ ജീവനോട് വരാൻ ഒക്കുവോ? അവിടെ പിശാചാണ് കൊടിയുത്തി വാഴുന്നത്. ഇപ്പൊ പിശാചിന് അവകാശമുള്ളതെല്ലാം അവന്റെ കൊടിയുണ്ട്. അതെവിടെ എഴുതിയിരിക്കുന്ന അറിയാം? ആ സങ്കീർത്തനം 74 സങ്കീർത്തനത്തിലുണ്ട്. പിശാചിന് അവകാശമുള്ളതെല്ലാം അവൻ കൊടിനാട്ടുമെന്നുള്ളത്. അപ്പൊ അങ്ങനെ പിശാചിന് അവകാശമുള്ളത് അവൻ കൊടിനാട്ടിയാൽ ആ കൊടിനാട്ടിയോടെല്ലാം ചേർത്ത് അവനൊരു ഭരണസ്ഥലം ഉണ്ടാക്കി അവിടെ ഭരിച്ചുകൊണ്ടേയിരിക്കും. അവിടെയാണ് ദൈവരാജ്യം വരാൻ പ്രാർത്ഥിക്കേണ്ടത്. പിശാചിന്റെ അവകാശം തീർന്നാൽ മാത്രമേ അവന്റെ കൊടി ഊരിയിട്ട് ദൈവരാജ്യത്തിന്റെ കൊടി അവിടെ നാട്ടാൻ, ദൈവരാജ്യത്തിന്റെ കൊടി നാട്ടിടത്തെ ദൈവരാജ്യത്തിന്റെ നീതി, സമാധാനം, പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും കിട്ടുക. അപ്പൊ നീതിയോ സമാധാനമോ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം ഇല്ലെങ്കിൽ പിശാചിന്റെ കൊടിയാണ് ഇപ്പൊ അവിടെ പാറി പറക്കുന്നത്. അവന്റെ കൊടി പറപ്പിക്കണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും വേണം. വരാൻ പോകുന്ന 3 നോയമ്പ്, വരാൻ പോകുന്ന 50 നോയമ്പ് ഇതൊക്കെയും പിശാചിന്റെ അവകാശം തീർക്കാനുള്ള യുദ്ധമാണ്. ഉപവാസത്താലും പ്രാർത്ഥനയല്ലാതെ ഈ ജാതി പോവുകയില്ല. ഈ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ആത്മാവിനെ അളവില്ലാതെയാണ് ദൈവം തരുന്നതെങ്കിലും നമുക്ക് അളവില്ലാത്ത പാത്രമില്ലാത്തതുകൊണ്ട്, വലിയ പാത്രമില്ലാത്തതുകൊണ്ട് ഈ അളവില്ലാതെ വരുന്നത് ശകലം കിട്ടിയിട്ട് തിരിച്ചങ്ങ് പോവുക. അവിടെ പാർട്ട് ടൈമായിട്ട് മാത്രമേ നമുക്ക് ഈ അനുഗ്രഹം ആസ്വദിക്കാൻ ഒക്കുന്നുള്ളൂ. ഫുൾ ടൈം 24 മണിക്കൂർ നമ്മൾ ദൈവത്തിന്റെ ഭവനമാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ജീവജലം നമ്മൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകിക്കൊണ്ടേയിരിക്കും. ശുശ്രൂഷ കഴിയുമ്പോൾ നമ്മൾ നിറഞ്ഞിരിക്കും. കവിഞ്ഞൊഴുകുന്നേ മറ്റുള്ളവർക്ക് കൊടുക്കുകയുള്ളൂ. നമ്മൾ സാധാരണ വല്ലതും ചെയ്തുകൊണ്ട് കമത്തി കൊടുക്കും, അടി തുറന്നും കൊടുക്കും. അടിയിലാണ് ടാപ്പെന്നിരിക്കട്ടെ, ടാപ്പ് തുറന്ന് വെള്ളം എടുക്കുന്ന പാത്രങ്ങളില്ലേ ഉണ്ടല്ലോ, കുടിക്കുന്ന വെള്ളമൊക്കെ. ടാപ്പ് തുറന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ നിറഞ്ഞു കവിയുന്ന മുകളിൽ ഒരു ഓവർഫ്ലോ ചെയ്യുന്ന ഒരു പൈപ്പിൽ കൂടിയാണ് വരുന്നതെങ്കിൽ
എപ്പോഴും നിറഞ്ഞിരിക്കും. നമുക്കറിയാം, നമ്മളുടെ ഓവർഹെഡ് ടാങ്ക്, നമ്മുടെ കിണറ്റിലെ വെള്ളം പമ്പ് ചെയ്യുന്ന ടാങ്കിന് 2 കുഴലുണ്ട്. വെള്ളം താഴോട്ട് വരാനും വെള്ളം കവിഞ്ഞൊഴുകിയാൽ വെളിയിലോട്ട് പോകാനും. ഈ കവിഞ്ഞൊഴുകുന്ന പൈപ്പിൽ കൂടെ വേറെ പൈപ്പ് ഇടുകയാണെങ്കിൽ അത് വേണേൽ ഗാർഡനിലേക്ക് കൊണ്ട് വയ്ക്കാം. കവിഞ്ഞൊഴുകുന്ന വെള്ളം വേസ്റ്റായിട്ട് പോകാതിരിക്കാൻ ഒരു ഹോസ് പൈപ്പ് ഘടിപ്പിച്ച് അത് നമ്മുടെ പൂന്തോട്ടത്തിലേക്ക് വെക്കുകയാണെങ്കിൽ കവിഞ്ഞൊഴുകുന്ന വെള്ളം ഒരു തുള്ളി പോലും പോകാതെ നമുക്ക് വേണമെങ്കിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം. ടാങ്ക് എപ്പോഴും നിറഞ്ഞിരിക്കുകയും ചെയ്യും. ഇത്രയും നേരം പറഞ്ഞതിന് ചുരുക്കം, നമ്മുടെ ജീവിതത്തിൽ 24 മണിക്കൂറും നമ്മുടെ ഹൃദയം, നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവ് അളവില്ലാതെ വരുന്നത് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു സ്ഥലമായാൽ മതി. എല്ലാവർക്കും അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ നിറഞ്ഞുമിരിക്കും. കവിഞ്ഞൊഴുകുന്നത് മാത്രമേ മറ്റുള്ളവരിലേക്ക് ദൈവം ഇടുകയുള്ളൂ. പിന്നെ എപ്പോഴെങ്കിലും ഈ ടാങ്ക് കഴുകേണ്ടപ്പോൾ മാത്രമേ ചുവട് തുറക്കുള്ളൂ. മനസ്സിലായോ? ചുവടിന്റെ ഗുണം എന്നാണെന്നറിയാവോ? ആ അടിയിൽ മട്ട് വരും. ഈ മട്ട കലക്കി കളയണമെങ്കിൽ ചുവട് തുറന്ന് കഴിയടിച്ചങ്ങ് വിടണം. പിന്നെ അത് അടച്ചു വെക്കും. ഈ ഒരു സംവിധാനം നമുക്ക് വേണം. നമ്മൾ അറിയാതെ നമ്മുടെ ചോട്ടിൽ കൂടെ വരുന്ന എല്ലാം അങ്ങ് പോവുക, ഒന്നും ബാക്കി നിൽക്കുന്നില്ല. ആ കാര്യമായിരിക്കുന്നിടം പിശാച് കയറുക. അപ്പോൾ 24 മണിക്കൂർ നമ്മൾ ദൈവത്തിന്റെ ഭവനമാകുന്നില്ലെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ആ കാര്യം പഠിക്കണമെങ്കിൽ പലർക്കും നമ്മുടെ മേലെ അവകാശമുള്ളപ്പോൾ വല്ലപ്പോഴൊക്കെ നമുക്ക് നമ്മളെ കിട്ടുള്ളൂ. കുവൈറ്റിൽ ചെന്നപ്പോൾ കണ്ടുവരാൻ പോകും. 1982-ലും 86-ലും ഞാൻ കുവൈറ്റ് പള്ളിയിൽ പോയി കുർബാന ചൊല്ലിയിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് വന്ന വഴിയാണ്. അപ്പൊ അവിടെ കണ്ടൊരു കാര്യം, എല്ലാ സഭക്കാർക്കും കൂടെ ഒരു പള്ളിയേ ഉള്ളത്. പല സഭക്കാർക്കും കൂടെ ഒരു പള്ളി ഷൈൻ വെച്ചിരിക്കുക. 7 തൊട്ട് 9 വരെ ഒരു കൂട്ടർക്ക്, 9 തൊട്ട് 11 വരെ മറ്റൊരു കൂട്ടർക്ക്, 11 തൊട്ട് 1 മണി വരെ വേറൊരു കൂട്ടർക്ക്. ഇനി അവരിന് ക്യൂ നിൽക്കുക. അപ്പൊ 7 തൊട്ട് 9 വരെയുള്ള കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ 8:45 ആകുമ്പോഴേ മറ്റേ സഭക്കാർ വന്ന് ഇവിടെ നിൽക്കുക, ഇവരെ ഒന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടി. അപ്പൊ അങ്ങനെ ഒരാൾ ഇറങ്ങുന്ന ഒരു വാതിൽ ഇറങ്ങുന്നു, മറ്റേ വാതിൽ ഇവർ കയറുന്നു. ഇങ്ങനെ മാറി മാറി പള്ളിയിൽ പല സഭക്കാരും ആരാധന നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിശാചിന് അവകാശമുള്ള ഒരു പള്ളിയും കൂടി ആണെങ്കിൽ അവസാനം ആരായിരിക്കും ആരാധന നടത്തുന്നത്? പിശാചായിരിക്കും. അപ്പം നമ്മുടെ പള്ളിയിൽ എല്ലാ പിശാചിനും എല്ലാ സഭക്കാർക്കും എല്ലാ മതക്കാർക്കും ദൈവത്തിനും കൂടി ഉള്ളൊരു പള്ളിയാണ് ഫുൾ ടൈം. അപ്പൊ പിശാചിനും പള്ളിയുണ്ടെന്ന കാര്യം അറിയാവോ? സാത്താന്റെ പള്ളി എന്ന് പറഞ്ഞ പള്ളിയുണ്ട്. പള്ളി ദൈവത്തിന് ഉദാശ ചെയ്ത് കൊടുത്താണ് കുറെ കഴിയുമ്പോൾ അവൻ തട്ടിയെടുക്കും. നമ്മളെ മാംസം നോക്കിയപ്പോൾ ദൈവത്തിന്റെ ഇതാക്കിയതാ. ഒരു ഭൂതത്തെ ഇറക്കി വിട്ടേച്ചാ ചെയ്തത്. ഈ ഇറങ്ങിയ ബോധം തിരികെ കയറി 8 എണ്ണം കയറി പിന്നെ ആരുടെ പള്ളിയാവും? സാത്താന്റെ പള്ളിയാവും. നമ്മൾ അറിയുന്നില്ല. മനസ്സിലായോ? ഉദാശ ചെയ്തപ്പം ബാവായും തിരുമേനിമാരും എല്ലാവരും വന്നൊരു മൂറോൻ കൊണ്ടൊക്കെ മുദ്ര കുത്തി വലിയ മനോഹരമായ ഉദാശയൊക്കെ നടത്തി കുറെ കഴിയുമ്പോൾ ഇതാരുടെ പള്ളിയായിട്ട് മാറും? സാത്താന്റെ പള്ളിയാവും. പിന്നെ വഴക്കാവും. വീടും ഉദാശ ചെയ്തതാ. കുറെ കഴിയുമ്പോൾ വീട് ആരുടെയും കൂടി ആവും? പിശാചിനെ. അപ്പൊ അവന്റെ ഊഴം വരുമ്പോ ഇപ്പൊ എന്റേതാണെന്ന് അവനെ കയറുക. മനസ്സിലായോ? ഇപ്പൊ എല്ലാവരുടെയും ദൈവത്തിന്റെ വകയാ. ഇപ്പൊ ഇരിക്കുന്ന എല്ലാവരും ആരുടെ വകയാ? എല്ലാവരും പള്ളിയിലായിരിക്കുന്നത്. എല്ലാവരുടെ ഉള്ളിൽ യേശുവിന്റെ ശരീര രക്തങ്ങളുണ്ട്, വചനമുണ്ട്, ശരിയാണ്. പക്ഷേ ഈ ഗേറ്റ് അങ്ങോട്ട് കഴിയുമ്പോൾ അടുത്ത ഊഴക്കാരൻ പോയി നീ ഇത്രയും നേരം പ്രാർത്ഥിക്കുക എന്നൊക്കെ സമ്മതിച്ചു. പക്ഷെ എനിക്ക് നിന്റെ മേലെ അവകാശമാണ്, ഞാൻ അങ്ങോട്ട് കയറുകയാണെന്ന് പറയും. അപ്പൊ പിന്നെ അവന്റെ ടേണ പിന്നെ അത് കഴിഞ്ഞ് വേറൊരുത്തൻ നോക്കി നിൽക്കുക ഇത് തീരാൻ. 3ാമത്തെ ഊഴക്കാരൻ അവസാനം പിശാച് സന്ധ്യയാകുമ്പോഴത്തേക്ക് ഇനി എന്റെ ഊഴമാണ്, ഞാൻ അങ്ങോട്ട് കയറുകയാണെന്ന് പറയും. രാത്രി സ്വസ്ഥത ഉണ്ടാവുമോ? ഇങ്ങനെ എത്ര ഊഴക്കാരുണ്ടെന്നുള്ള കാര്യം ആർക്കെല്ലാം നമ്മുടെ അവകാശം ഉണ്ടെന്നെ കയറി നടത്തണം. വിവരാവകാശ പത്രിക സ്വർഗത്തിൽ സമർപ്പിക്കാമെങ്കിൽ റിപ്പോർട്ട് കിട്ടും. ഇത്ര മണിക്കൂർ ഇന്നയാൾക്ക് അവസരം. അപ്പൻ വകക്കാർക്ക് അപ്പന്റെ പിശാചിന് ഇത്ര, അമ്മയുടെ പിശാചിന് ഇത്ര, അമ്മാച്ചന്റെ ഇത്ര, ഇവർക്കെല്ലാം അത് കിട്ടിയിരിക്കുക. ഓരോരുത്തരും വീതം വെച്ച് കൊണ്ടുപോവുക. അതുകൊണ്ടാണ് പല സ്വഭാവങ്ങൾ വരുന്നത്. പല സ്വഭാവം കാണുന്നതിന്റെ അർത്ഥം എന്നാ? അവരവരുടെ സ്വഭാവം കാണിക്കും. പള്ളി ഒന്നേ ഉള്ളൂ, പക്ഷെ അവകാശികൾ പലരാണ്. 24 മണിക്കൂർ ഒരു സഭക്കാർക്ക് മാത്രമാണ് പള്ളിയെങ്കിൽ അവർക്ക് 24 മണിക്കൂറും ആരാധന നടത്താം. ആ കാര്യങ്ങൾ അവിടെ തന്നെ ഇരിക്കും. ഗതികേട് കൊണ്ട് നമ്മുടെ അവസ്ഥ ഇപ്പം ഇതാണ്. ഇന്ത്യയിൽ ഇപ്പം പല സഭക്കാരും പല മതക്കാരും പല ദേവന്മാരും പല ദേവികളും ഉണ്ട്. ഇവരെല്ലാം ഊഴം വെച്ച് കാത്തു നോക്കിയിരിക്കുക. മൂദേവിയുടെ സ്വഭാവം കാണിക്കുന്നതിൻ്റെ അർത്ഥം തന്നെ. അപ്പൊ അവളുടെ ടേണാണ് ഇപ്പോഴാണ് അതിൻ്റെ അർത്ഥം. ആ സ്വഭാവം കാണിച്ചിരിക്കും. രേവതി നാളുകാർക്ക് 70 ശീലം ഉണ്ടെന്നാണ് കേട്ടത്. രേവതി നാളുകാർക്ക് 70 ശീലം ഉണ്ടെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ആ നാളിൽ പറഞ്ഞവർക്ക് 70 ദേവിമാർക്ക് അവകാശം കാണും. അവർ മാറി മാറി ഇവരുടെ സ്വഭാവം കാണിച്ചുകൊണ്ടേയിരിക്കും.
മനസ്സിലായോ? അവർ വീണ്ടും ജനിച്ച് 100% പരിശുദ്ധാത്മാവിന്റെ വേദിയായിട്ട് മാറിയാലേ 24 മണിക്കൂർ സ്ഥിരതയോടെ ഒരേ സ്വഭാവം കാണിക്കുള്ളൂ. ആരെങ്കിലും സ്വഭാവം മാറുന്നതിന്റെ അർത്ഥം അത് അവർക്ക് അവകാശമുണ്ട്, അതിനെ നമ്മളോട് അംഗീകരിക്കണം. പിറക്കുന്ന നാളിൽ നമ്മുടെ മേലെ അവകാശമുണ്ടെന്ന്. ഏത് നാളിൽ പിറക്കുന്ന ഒരു നക്ഷത്രത്തിന് അവരുടെ അവകാശമുണ്ട്. രണ്ടാമത് ഒന്നുകൂടെ തിരിച്ചെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് പൂർണ്ണമായിട്ട് നമുക്ക് അവകാശം. അതുകൊണ്ട് ജന്മദിനത്തിനും 1-ാം ജന്മത്തിനും പലർക്ക് അവകാശമുള്ളതാണ്. അത് അവരുടെ സ്വഭാവം കാണിക്കും. അതുകൊണ്ടാണ് വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ ആരെങ്കിലും ഏതെങ്കിലും ദുസ്വഭാവം കാണിക്കുന്നെങ്കിൽ അപ്പൊ ടേൺ മാറി. ഈ പള്ളിയിൽ ഇപ്പൊ അവർക്ക് അവകാശം, അവരുടെ കാര്യങ്ങൾ. അപ്പൊ അതിനുവേണ്ടി ശാന്തമായ ദേശങ്ങളിൽ പോയി ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരെ ഇറക്കി വിടാനായിട്ടുള്ള കോടതി വിധിയായിട്ട് വരണം. എങ്കിൽ മാത്രമേ, അല്ലാതെ തത്വജ്ഞാനം പറഞ്ഞുകൊണ്ടോ പിണങ്ങിയുണ്ടോ പെശകിയുണ്ടൊന്നും കാര്യമില്ല. ഈ കാര്യം നമ്മൾ അംഗീകരിക്കണം. ദൈവം അംഗീകരിക്കുന്നതാണ് മറ്റുള്ളവരുടെ അവകാശങ്ങളെ. പിശാചിന് അവകാശം ഉണ്ടെങ്കിൽ നീ എടുത്തോളാം, നീ കയറിക്കൊള്ളാൻ പറഞ്ഞ് ദൈവം അങ്ങ് മാറിക്കൊടുക്കും. മര്യാദയ്ക്ക് ദൈവം മര്യാദക്കാരനായോണ്ട് ആർക്കെങ്കിലും അവകാശം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കും. 24 മണിക്കൂറും ദൈവത്തിന്റെ ആകുമ്പോൾ മാത്രമേ നമുക്ക് സ്ഥിരതയോടെ ആത്മഫലങ്ങൾ വിളയിച്ചുകൊണ്ട് എന്നും സന്തോഷിക്കാനൊക്കെ ഉള്ളൂ. അപ്പൊ 24 മണിക്കൂർ സന്തോഷിക്കണമെങ്കിൽ, എപ്പോഴും സമാധാനം വേണമെങ്കിൽ, അളവില്ലാതെ പരിശുദ്ധാത്മാവിന് നിറഞ്ഞ് കവിഞ്ഞൊഴുകാൻ പറ്റിയ ഒരു ടാങ്കായിട്ട് നമ്മൾ മാറണം. നമ്മുടെ ഹൃദയം വചനം മുഴുവൻ ധ്യാനിച്ച് സമുദ്രം പോലെ വിശാലമായ സ്ഥലമാകാമെങ്കിൽ 24 മണിക്കൂർ നമുക്ക് സന്തോഷിക്കാം. രാത്രിയും പകലും നമ്മൾ ദൈവത്തിൻ്റെതായിരിക്കും. ദൈവം തന്നെയായിരിക്കും നമ്മുടെ കൂടെ ഉള്ളത്. വേറെ ആർക്കും നമ്മുടെ അവകാശം വരികയില്ല. സ്വർഗത്തിലെ സെക്യൂരിറ്റി നമുക്ക് കാണും. മാലാഖമാർ കാവലും നിൽക്കും. എന്നാൽ സെക്യൂരിറ്റി മാറുന്ന സമയമുണ്ട്. എന്താ, പലർക്ക് അവകാശമുള്ള സ്ഥലത്ത് ഒരു സെക്യൂരിറ്റി മാറി അടുത്ത സെക്യൂരിറ്റി വരും. ചേട്ടാ, ഇപ്പൊ ഡ്യൂട്ടിക്ക് ആള് മാറി വന്നു, അവരവരുടെ സ്ഥലം അവർ സംരക്ഷിക്കും. ഇതിനെ നമ്മൾ അംഗീകരിക്കണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇതിനെ കാര്യം അംഗീകരിച്ച് 24 മണിക്കൂറും അളവില്ലാതെ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ അളവില്ലാതെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു പാത്രമായി നമ്മൾ അറിയാൻ മതി. നമ്മുടെ തലകളെ ഉണക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ 2017 കർത്താവിന് ദിനഹാപ്പെരുന്നാൾ കഴിഞ്ഞു. ഞങ്ങളുടെ മാമോദിസ കഴിഞ്ഞ ശേഷം ഇറക്കി വിട്ട ഭൂതങ്ങൾ തിരികെ കയറി വന്നപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ അവകാശമുണ്ടെന്ന്, സ്ഥലമുണ്ടെന്ന് കണ്ടിട്ട് വേറെ 7 കൂടെ കയറ്റി 8 ഞങ്ങൾ നടക്കുകയാണെങ്കിൽ ആ 8 പേരും മാറി മാറി അവരുടെ വേലകൾ ചെയ്ത് ഞങ്ങളുടെ ജീവിതം അസ്ഥിരതയുള്ളതായി, സന്തോഷമില്ലാത്തതായി, വരൾച്ചയുള്ളതായി തീരുന്നെങ്കിൽ അത് ആ അന്യായത്തോടും അനീതിയോടും പോരാടുവാൻ തൊക്കണം. സർവായുധവർഗം ധരിച്ചുകൊണ്ട് പോരാടുവാൻ, ആത്മഫലങ്ങൾ വിളയിക്കുവാൻ നിങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കുവാൻ പരിശുദ്ധാത്മാവിന് അവർക്ക് ഇടം കിട്ടിയെന്നാണ് എന്ന് തിരിച്ചറിയുവാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എന്തില്ലാതെ വന്നാലും ആദ്യ വെള്ളത്തിന്മേൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചിട്ടെല്ലാം ഉണ്ടാക്കിയതുപോലെ ഞങ്ങളുടെ ശൂന്യതകളിൽ, ഇല്ലായ്മകളിൽ ആ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച്, ആ കണ്ണുനീരിൽ ദൈവം പ്രവർത്തിച്ച്, അങ്ങനെ ശൂന്യമായിരുന്നിടത്ത് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചെല്ലാം ഉണ്ടാക്കിയതുപോലെ ഇല്ലായ്മത് ഉണ്ടാക്കിയെടുക്കുന്നിടം വരെയും പരിശുദ്ധാത്മാവിനെ വ്യാപരിക്കുവാൻ, പരിശുദ്ധാത്മാവിന് ഞങ്ങളുടെ നിറവ് പാദം തന്നെയാനുള്ളത് മുത്തോളവും മുട്ടാവുള്ളത് അരയോളവും കഴുത്തോളവും കഴുത്തിന് മുകളിലും ഒക്കെ ആകുന്നവരെ കാത്തിരിക്കുവാനും, പിശാച് ആവശ്യപ്പെടുന്ന അവന്റെ പകരങ്ങൾ കൊടുത്ത് അവനെ ഇറക്കി വിടുവാനും അങ്ങനെയുള്ള പരിജ്ഞാനത്തോടെ നിരന്തരമായി പോരാടുവാൻ സഹായിക്കണമേ. ഞങ്ങൾ വരാൻ പോകുന്ന 3 നോയമ്പിന് മുമ്പായി ഞങ്ങളുടെ മേലെ ആർക്കെല്ലാം അവകാശമുണ്ട്? ഞങ്ങളുടെ ശരീരമാകുന്ന ഈ പള്ളിക്കകത്ത് പിശാചിന് എത്ര മണിക്കൂർ അവകാശമുണ്ട്? വിശുദ്ധന്മാരെ, മാലാഖമാരെ, പ്രവാചകന്മാരെ അവർക്ക് എത്രയുണ്ട്? അതിന് എത്ര നാൾ ഇനിയും കാത്തിരിക്കണം? അതിന് അവർക്ക് എന്തെല്ലാം മറുവില കൊടുക്കണം, എന്തെല്ലാം അവകാശം പകരം കൊടുക്കണം? ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ന്യായമായി ദൈവരാജ്യം ഞങ്ങളുടെ ഉള്ളിൽ 100% ആകുന്നവരെയും പോരാടുവാനും ഈ വരാൻ പോകുന്ന 3 നോയമ്പ് അതിനു മുമ്പുള്ളതായ പഞ്ചദിന ധ്യാനവും പ്രയോജനകരമാക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ. ഇവിടുത്തെ